ഹലോ, ഇന്ന് നമ്മുടെ ഒരു അനുഭവകഥയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ കടലിൽ കണ്ടെയ്നർ മുങ്ങിയിട്ട് നമ്മുടെ മീനൊന്നും ഇപ്പോൾ ആരും കഴിക്കരുതെന്നൊക്കെ പറച്ചിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല കേട്ടോ. വീട്ടിലോട്ട് പോയി അമ്മയാണെങ്കിൽ കുറേ മത്തിയൊക്കെ മേടിച്ച് വെച്ചു. മത്തി അച്ഛൻ കൊണ്ടുവന്ന മത്തിയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വരുന്നതനുസരിച്ച് അമ്മയെല്ലാം കുറേ മത്തി വറുത്തതും പൊരിച്ചതും എല്ലാം കൂടെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് എനിക്ക് തന്നു വിട്ടു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതുമാത്രമല്ല, എനിക്ക് കുറേ പരിഞ്ഞിൽ ഈ മത്തിക്കകത്ത് നമ്മുടെ മറ്റേ സാധാരണ പണ്ടത്തെ മത്തിയല്ല കേട്ടോ, ഇപ്പോൾ ആണെങ്കിൽ മത്തിക്കകത്ത് പരിഞ്ഞിൽ വരെ ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ കുഞ്ഞു മത്തിയിൽ നിന്നും വലിയ മത്തിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ആ മത്തിയുടെ പരിഞ്ഞിലും മത്തിയൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ അച്ഛൻ്റെ അടുക്ക് ഇച്ചിരി കൂടെ മീൻ ഹാർബറിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ അമ്മയാണെങ്കിൽ എനിക്ക് കുറച്ച് ചോറൊക്കെ പൊതിഞ്ഞു തന്നു കേട്ടോ, വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി കറി ഞാൻ വന്നെന്ന് പറഞ്ഞാൽ അമ്മ ഇഷ്ടം പോലെ കറിയും ചോറും ഒക്കെ എനിക്ക് തന്നു വിടും. അപ്പോൾ അതെല്ലാം കൂട്ടി ഞാനാണെങ്കിൽ വീട്ടിൽ പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് കുറച്ച് പരിഞ്ഞിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പരിഞ്ഞിലിനകത്തു നിന്നാണോ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പരിഞ്ഞിലിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, വറുത്ത് തിന്നപ്പോഴത്തേക്കും. അപ്പോൾ അതേ അമ്മ കുറച്ച് പരിഞ്ഞിൽ, അത്രയും മത്തിക്കകത്തുനിന്ന് കിട്ടിയ പരിഞ്ഞിലാണ് കേട്ടോ അമ്മ കഴിഞ്ഞ ദിവസം, അച്ഛൻ മുമ്പത്തെ ദിവസം തന്നെ നമുക്ക് മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ പരിഞ്ഞിലാണ്. ആ പരിഞ്ഞിലൊക്കെ ആയിട്ട് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത് അച്ഛൻ്റെ അടുക്കൽ ചെന്ന് കുറച്ച് മീനും കൂടെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇതാണ് പരിഞ്ഞിൽ കേട്ടോ, കണ്ടോ, നല്ല പരിഞ്ഞിലായിരുന്നു. അമ്മ എല്ലാം കൂടെ എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട്. മത്തിയും ഉണ്ട്, നല്ല മത്തിയാണ് കേട്ടോ, ടേസ്റ്റായിരുന്നു. നല്ല മത്തിക്കൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നമ്മുടെ പണ്ടത്തെ ആ കുഞ്ഞു മത്തിയല്ല കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് ഓടി നമ്മുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനാണെങ്കിൽ അതിനുള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ ആരോടോ പറഞ്ഞു വിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ റോസ് ഷർട്ടിട്ട ആളായിരുന്നു നമ്മുടെ അച്ഛൻ. അപ്പോൾ അച്ഛനെ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഈ കാഴ്ചയൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ നേരെ ഓടി വന്നു, കാരണം അച്ഛൻ്റെ കയ്യിൽ മീനൊന്നും ഇല്ല, അവിടെ മീൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ള മീനുമായിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് നേരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന്, അപ്പോൾ അമ്മ എനിക്ക് ടാറ്റയൊക്കെ തന്ന് ഞാൻ നേരെ ദേവനെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ നല്ല കളിയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് കളിയിലായിരുന്നു. അപ്പം കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പകുതി എത്തിയപ്പോഴത്തേക്കും റെയിൽവേ ട്രാക്കിൽ പെട്ടുപോയി. അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നിട്ട് ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ പരിഞ്ഞിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ പരിഞ്ഞിൽ ഞങ്ങൾ വറുക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പെരട്ടിയെടുത്ത് കേട്ടോ. നല്ലപോലെ അത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല പരിഞ്ഞിലാണ്, കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പരിഞ്ഞിലൊക്കെ കാണാൻ തുടങ്ങിയല്ലേ. ആ കുഞ്ഞു മത്തിയിൽ നിന്നും മത്തി അങ്ങ് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും പരിഞ്ഞിലായി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് വറുത്തെടുക്കാൻ പോയതാണ്. അപ്പോൾ ഇത് വറുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി കേട്ടോ. ദേവയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ദേവ ഒത്തിരി കഴിച്ചതും ഇല്ല പരിഞ്ഞിൽ അവൾക്ക്. പക്ഷെ ഞാൻ നല്ല രീതിയിൽ കഴിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഈ പരിഞ്ഞിലിൽ നിന്ന് പിന്നെ മത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു, മത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണോ എനിക്കറിയത്തില്ല, നല്ല രീതിയിൽ വയറുവേദനയായിരുന്നു എനിക്ക്. ഇത്രയും നാളില്ലാത്തൊരു വയറുവേദന ഇത് കഴിച്ചപ്പോഴത്തേക്കുമാണ് എനിക്കുണ്ടായത് കേട്ടോ. ആ ദിവസം കുഴപ്പമില്ലായിരുന്നു, അന്ന് രാത്രി വരെ കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മുതൽ ഭയങ്കര വയറുവേദനയായിരുന്നു എനിക്ക് കഴിച്ചപ്പോഴത്തേക്കും. ഇനി എന്താണ്, ഇത് തന്നെയാണോ അവസ്ഥ, ഇത് മീൻ കഴിച്ചുകൊണ്ട് തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്നാലും ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് വയറുവേദന വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, മത്തി കഴിക്കുന്നവർ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മത്തിയാണെങ്കിലും പരിഞ്ഞിലാണെങ്കിലും കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ വയറുവേദന എടുത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ അവസാനം കഴിക്കുന്ന ആ പരിഞ്ഞിൽ. അതിനുശേഷം ഞാൻ 2 ദിവസം കിടപ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.